ഇന്ന് ഞാൻ മാങ്ങ വെച്ചിട്ടൊരു സാധനം പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഞാനും ഷോർട്സ് കണ്ടാണ് പരീക്ഷണത്തിന് ഇറങ്ങിയിട്ടുള്ളത്, നിങ്ങളും കണ്ടു കാണും. അപ്പോൾ സ്വന്തം വേഗം നമ്മുടെ പറമ്പിലോട്ട് ഇറങ്ങിയിട്ട് 2 മാങ്ങ പറിച്ചെടുത്ത്, ഇത് മറ്റേ പഴുപ്പിക്കാൻ പറ്റാത്ത കൂട്ടുമാമ്പഴമല്ലേ, പഴുപ്പിച്ചാലപ്പോൾ പുഴുകിടുന്ന ആ കൂട്ടുമാമ്പഴമാണ്. അപ്പോൾ അത് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വേഗം അതെല്ലാം പറിച്ചെടുത്ത് വന്ന് അത് തൊലി കളയാമെന്ന് വിചാരിച്ചു. തൊലി കളഞ്ഞിട്ട് വേണം ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം സമയം എടുത്തിട്ടാണ് തൊലി കളഞ്ഞ്. കത്തി പിടിക്കുന്നുണ്ടാലേ അറിയാമല്ലോ, ഇത് അത്ര വശമുള്ള പരിപാടിയില്ലാന്ന് എനിക്കുന്നു. അപ്പോൾ ഒരു വിധത്തിൽ തൊലിയെല്ലാം കളഞ്ഞെടുത്തു. ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കാം. നമ്മൾ നൈസായിട്ട് എടുക്കില്ലേ, ആ കൂട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ അതെല്ലാം ഇങ്ങനെ അരിഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ഓൾറെഡി ഒരു മാങ്ങ ഞാൻ അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ തിരിച്ചു വന്നിട്ട് വീണ്ടും ഒന്നുകൂടെ അരിയുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിന് അത്യാവശ്യം സമയം എടുത്തോട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു വിധത്തിൽ അതെല്ലാം കുഞ്ഞിതാക്കിയിട്ട് അരിഞ്ഞെടുത്തു. ഇതാ ഈ രീതിയിൽ. ഇത് കുറച്ച് വലുതായിട്ടുണ്ട്, ഇത്രയും കട്ടി വേണ്ട, ഇനിയും കുറയ്ക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് നമ്മൾ അതിന് മുമ്പ് ഓൾറെഡി നമ്മുടെ ഈത്തപ്പഴം ഉണ്ടല്ലോ, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മിക്സി എടുത്തിട്ട് ആദ്യം ഈ നമ്മൾ ഇതാക്കിയിട്ടുള്ള ഈത്തപ്പഴം ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇട്ടു. പിന്നെ ഉപ്പ്, മുളക്, പഞ്ചസാര, ഈ കൂട്ട് ഐറ്റംസൊക്കെ ഇട്ടിട്ടാണ് ഇതിൻ്റെ പരിപാടി ഉള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോന്നിട്ട് കൊടുക്കുകയായിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ മറ്റേ എരിവും പുളിയും ഉപ്പും ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ അത്യാവശ്യം അതെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കഴിക്കാൻ നല്ലതാണ്. ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം കഴിക്കുന്നുണ്ട്, അപ്പോൾ എങ്ങനെ ഇത് കൊള്ളാവോ പറ്റുമോ എന്നുള്ളതൊക്കെ. പക്ഷെ എനിക്കിഷ്ടപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനായിരിക്കാൻ സാധ്യത. എനിക്ക് അങ്ങനെ എല്ലാ സാധനം ഇഷ്ടമല്ല, എനിക്ക് മധുരമുള്ളതിനോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, മറ്റേതൊക്കെ വിനാഗറും കൂടെ ആഡ് ചെയ്യണേ, എന്നാലും നമുക്ക് ഉപ്പും മധുരം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരയ്ക്കണം. എനിക്കത് അത്രയും സമയം നിൽക്കാനുള്ള ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചേ അരച്ചുള്ളൂ. പിന്നെ ഞാൻ മിക്സ് ചെയ്യുന്നതും വീഡിയോ എടുക്കാൻ പോയി. എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ വീഡിയോ എടുത്ത് കഴിച്ചു നോക്കി. കണ്ടോ, എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാമല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.